ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സുഖങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. ദുഃഖങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കാറില്ല, പക്ഷെ സുഖങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കാറുണ്ട്. ദുഃഖങ്ങളെ നമ്മൾ കാത്തിരിക്കാറില്ല. അതായത് ശുഭഫലങ്ങളെ കാത്തിരിക്കാറുണ്ട്, ദുഃഖഫലങ്ങളെ ആരും കാത്തിരിക്കാറില്ല. അപ്പോൾ ശുഭഫലങ്ങളെ എപ്പോൾ വരും എന്നുള്ള ചിന്തയിൽ നമ്മൾ കാത്തിരിക്കാറുണ്ട് എന്ന് തന്നെ പറയാം. ആ ശുഭഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. പലവിധ ശുഭവാർത്തകളും നമ്മൾക്ക് മനസ്സിനെ കുളിർ കോരുകയും കുളിർ മഴ പെയ്യുകയും ചെയ്യിക്കുന്ന ഒരുപാട് സുഖാനുഭൂതികൾ കിട്ടുന്ന വാർത്തകളുണ്ട്. ഇത്തരം വാർത്തകളുണ്ട്. നമ്മളെ വിഷമിപ്പിക്കുന്ന വാർത്തകളും സന്തോഷിപ്പിക്കുന്ന വാർത്തകളുമുണ്ട്. സന്തോഷിക്കുന്ന വാർത്തകൾ നമുക്ക് കേൾക്കാൻ എപ്പോഴും സുഖം തന്നെയാണ്. ആ സന്തോഷം കുറേ നേരം നിലനിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അവസാനിക്കുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾക്ക് വേണ്ടത് നിലനിർത്തുന്ന സുഖമാണ് വേണ്ടത്. കാരണം നീണ്ടു നിൽക്കുന്ന വെച്ച് പറഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ മറക്കാനാവാത്ത സുഖം കിട്ടുന്നവരായിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു സുഖം കിട്ടണമെങ്കിൽ അത് മഹാഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ നിമിഷങ്ങളെയും നമ്മൾ കണക്കൂട്ടി വെക്കാറുണ്ട്. ശുഭഫലങ്ങൾ തരുന്ന ദിവസങ്ങൾ. ചിലവർ ആലോചിക്കും, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളിലും കടബാധ്യതയിലും കൂടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴാണ് ഇതൊന്ന് അവസാനിച്ച് കിട്ടുക, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ കിട്ടുമോ എന്ന് നമ്മൾ കണക്കാക്കാറുണ്ട്. ആ ദിവസത്തെ പറ്റിയാണ് കാത്തിരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ശുഭകാര്യങ്ങൾ ഏതുമായിക്കോട്ടെ, ചിലപ്പോൾ ചിലവർക്ക് അത് ശുഭകാര്യങ്ങളായിട്ട് ചിലപ്പോൾ തോന്നുകയില്ല. ചിലപ്പോൾ അതവർക്ക് ഒരു ഇഷ്ടപ്പെടായികയുണ്ടാവും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു വീട്ടിലൊരു ഗൃഹോപകരണങ്ങൾ നമ്മളറിയാതെ, വീട്ടുകാരറിയാതെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലവർക്കത് ചിലപ്പോൾ സുഖിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ ഗൃഹനാഥനോ ഗൃഹനാഥിയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ സന്താനങ്ങളോ മക്കളോ ആയിരിക്കും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുന്നത്. പക്ഷേ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ അവനവനും മനസ്സിൽ തൃപ്തിപ്പെട്ട സാധനമാണ് വാങ്ങിച്ചു കൊണ്ടിരിക്കുക അവരവർ. അപ്പോൾ അവരവർ വാങ്ങിക്കുന്നതിൽ അവർക്ക് ആഘോഷമോ സന്തോഷമോ ഇല്ലാതെ ആ സാധനം വാങ്ങിക്കുകയില്ല. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മറ്റുള്ളവരെ കൂടി ആകർഷിക്കുന്ന വിധത്തിലും സന്തോഷിപ്പിക്കുന്ന വിധത്തിലുമുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ചു വരുമ്പോൾ അതൊരു എല്ലാവരും സ്വീകരിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരിക്കും. അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മൾക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ശുഭഫലങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾക്ക് ധനം കിട്ടുന്ന ദിവസം, വാഹനങ്ങൾ കിട്ടുന്ന ദിവസം, ആഭരണങ്ങൾ കിട്ടുന്ന ദിവസം, പുതിയ ഉപകരണങ്ങൾ കിട്ടുന്ന ദിവസം, റിസൾട്ട് അറിയുന്ന ദിവസം. പലവിധ റിസൾട്ടുകളുണ്ട്. റിസൾട്ടുകൾ വെച്ച് പറഞ്ഞാൽ രോഗികൾക്കാണെങ്കിൽ അസുഖത്തിൻ്റെ റിസൾട്ടുകൾ, ടെസ്റ്റുകൾ നടത്തി അത് കിട്ടാനുള്ളത്. സ്റ്റുഡൻസുകൾക്കാണെങ്കിൽ, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിലുള്ള റിസൾട്ട് കിട്ടാനുള്ളത്. യുവത്വത്തിലുള്ളവർക്കാണെങ്കിൽ തൊഴിലിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കിട്ടുവാനുള്ള ഇത്. അതുപോലെ തന്നെ ചിലപ്പോൾ വല്ല എക്സാമുകളെല്ലാം ഇടയിൽ എഴുതി അത് വിജയിച്ചോ എന്നറിയാനുള്ള ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ജിജ്ഞാസ, അല്ലെങ്കിൽ ആകാംക്ഷ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ദിവസങ്ങളെ പറ്റിയും നിമിഷങ്ങളെ പറ്റിയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരും, അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായി ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ചിന്തിച്ച് കൂട്ടി അത് ഇന്ന് പോകാം നാളെ പോകാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളെ പറ്റിയും തള്ളി നീക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളെയും അത് പോകാൻ കൂട്ടാകാതെ നിൽക്കുന്ന ദിവസങ്ങളെയും നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സാധ്യമാകുന്ന യാത്രകൾ, അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങൾ യാത്രകൾ, സുഖവാസ യാത്രകൾ, അതുപോലെ തന്നെ ഉപകരണങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുവാൻ ഉദ്ദേശിച്ച് പലവിധ തടസ്സങ്ങളാൽ വാങ്ങിക്കാൻ പറ്റാതെ വരുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള ദിവസങ്ങളെ പറ്റി നമ്മൾ തള്ളി നീക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശുഭ ദിവസത്തിലായിരിക്കും എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുക. ഇപ്പോൾ ഒരു പ്രണയം ഒരാളോട് തുറന്ന് പറയാൻ ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പറയാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ ആ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും? ഏത് ദിവസം പറയാം എന്ന് പറയുന്ന ഒരു ദിവസത്തെ പറ്റി നമ്മൾ ചിന്തിക്കും. അത് ആണായാലും പെണ്ണായാലും. അതുപോലെ കുടുംബാംഗങ്ങളിലും അതേമാതിരി എന്തെങ്കിലും വിഷയം അവതരിപ്പിക്കാൻ
ഇന്ന് പറയാം നാളെ പറയാം എന്ന് പറയുന്ന പുരുഷന്മാരും ഉണ്ടാവും, യുവതികളും ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാൻ ഒരു ശുഭ ദിവസം തന്നെ വേണം, ഒരു ശുഭമുഹൂർത്തം തന്നെ വേണം എന്ന് പറയുന്നു. അങ്ങനെയുള്ള ദിവസത്തെ പറ്റിയാണ് പറയുന്നത്. പൂരോരട്ടാതി, ഉത്രട്ടാതി, രേവതി എന്ന നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം 8, 9, 10 എന്ന തീയതികളിൽ അത്ഭുതങ്ങൾ നടക്കുമോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ചിലപ്പോൾ ഉള്ള ചില ആളുകൾക്ക് അത്ഭുതമായിരിക്കും, ചില ആളുകൾക്ക് ചിലപ്പോൾ കുഴപ്പമില്ല എന്നുള്ളതായിരിക്കും. പക്ഷേ നിരാശപ്പെടുന്ന ഒരു ദിവസമായിരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. നിരാശപ്പെടേണ്ട ദിവസമായി വരാൻ സാധ്യതയില്ലാത്ത ദിവസങ്ങളാണ് ഓഗസ്റ്റ് മാസം 8, 9, 10 എന്ന ദിവസങ്ങളിൽ പൂരോട്ടാതി, ഉത്രട്ടാതി, രേവതി എന്ന നക്ഷത്രക്കാർക്ക് പറയുന്നത്. അവർക്കിപ്പോൾ പൊതുവെ വളരെ കഷ്ടകാലം പിടിച്ച സമയത്തിലൂടെയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സമയത്ത് അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്ന ഒരു വാർത്ത കേൾക്കാൻ വെമ്പിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു മക്കളുടെ വിവാഹത്തിനായിട്ട് ഒരു തത്രപ്പാടിലായിരിക്കും. അതിന് ധനം കൈവരിക്കാനും ആഭരണം കൈവരിക്കുവാനും വസ്ത്രങ്ങൾ കൈവരിക്കുവാനും വേണ്ടി നെട്ടോട്ട് ഓടുക, അല്ലെങ്കിൽ അതിൻ്റെ ധനത്തിനെ പറ്റി ആകാംക്ഷയോടെ തേടി നടക്കുക, പലരോടും കടം ചോദിക്കുക, അത് ഇന്ന സമയത്ത് തരാ എന്ന് പറഞ്ഞ് തള്ളി നീങ്ങി പോവുക. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ നല്ല ഫലങ്ങൾ കിട്ടുവാനുള്ള സാധ്യത ഞാൻ പറയുന്ന ദിവസങ്ങളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആഭരണങ്ങൾ വാങ്ങിക്കുവാനോ വസ്ത്രങ്ങൾ വാങ്ങിക്കുവാനോ ഗൃഹോപകരണങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുവാനോ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുവാനോ എല്ലാം പറ്റിയ ഒരു ദിവസമാണ്. വാഹനം വാങ്ങിക്കുക, പുതിയ ഭൂമി വാങ്ങിക്കുക, അങ്ങനെയുള്ള ഭൂമി അന്വേഷിക്കാൻ പോവുക, അങ്ങനെയുള്ള ഒരു അതുപോലെ തന്നെ വിവാഹം അന്വേഷിച്ച് പോവുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയുക. അങ്ങനെയുള്ള ദിവസങ്ങളെ പറ്റിയാണ് ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനും ഒരു ശുഭഫലങ്ങൾ, ഒരു ശുഭ ദിവസങ്ങൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള യാതൊരു സംശയം. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ചിന്തിക്കുന്നതുമാണ് സമയം എന്ന് പറയുന്നത്. ഒരു സംഭവം, ഒരു റിസൾട്ടിന് നമ്മൾ ഒരു അസ്വസ്ഥത തോന്നി, എന്താണ് അസ്വസ്ഥത എന്ന് നമ്മൾ റിസൾട്ടിന് കൊടുത്തു. ആ റിസൾട്ട് കിട്ടുമ്പോൾ എന്തായാലും ആ റിസൾട്ട് ഇങ്ങനെ വരികയുള്ളൂ എന്ന് ചിലർ പറയും. ഇനിയിപ്പോൾ ഈ സമയം മാറിയതുകൊണ്ട് റിസൾട്ട് മാറാൻ പോകുന്നുണ്ടോ എന്നറിയും. പക്ഷേ ആ കേൾക്കുന്ന നിമിഷമാണ് നമ്മൾ ഞെട്ടിത്തരിക്കുന്നത്, അല്ലെങ്കിൽ ആശ്വാസപ്പെടുന്നത്. അപ്പോൾ ആ നിമിഷത്തിനാണ് വില. കണ്ടാലേ കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. കണ്ടില്ലാത്തതിന് നമ്മൾ കണ്ടില്ല എന്ന് പറയില്ലായിരുന്നു. അപ്പോൾ കണ്ടതിനെ കണ്ടു പറയുള്ളൂ. അപ്പോൾ സത്യം സത്യം തന്നെയാണ്. അപ്പോൾ എന്താ പറയുക വെച്ച് പറഞ്ഞാൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള നിമിഷത്തിന് പറയുന്നത് അതൊരു മുഹൂർത്തമാണ്. ശുഭമുഹൂർത്തങ്ങൾ എന്തിനാണ് നോക്കുന്നത് വെച്ച് പറഞ്ഞാൽ നല്ല സമയങ്ങളിൽ അല്ലെങ്കിൽ ശുഭമുഹൂർത്തത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതായി തീരുകയുള്ളൂ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ശുഭമുഹൂർത്തങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് നമ്മൾക്ക് അറിയാത്ത പക്ഷമാണ് നമ്മളൊരു ജ്യോത്സ്യനെ സമീപിച്ച് ആ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 8, 9, 10 എന്ന ദിവസം പൂർവ്വട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക്, അതായത് ഒരുപാട് പ്രതീക്ഷകളൊന്നും അർപ്പിച്ചിരിക്കണ്ട. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവർക്ക് വളരെ കഷ്ടകാലം പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ആശ്വാസം കിട്ടുന്നതും കച്ചവടത്തിൽ ഒരു തൃപ്തിയില്ലായ്മ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം തൃപ്തിയോടുകൂടിയും വരുമാന മാർഗങ്ങൾ കിട്ടുകയും ചെയ്യും. ബിസിനസ് നടത്തുന്നവർ, കച്ചവടം നടത്തുന്നവർക്കെല്ലാം പോയിട്ട് നിസ്സഹായതയോടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടാവും. ഇന്നേക്ക് അധികം കച്ചവടമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്നതും വൻകിട ബിസിനസ് നടത്തുന്നവർക്കും അതുപോലെ തന്നെയാണ്. ഇന്നേക്ക് ലാഭമൊന്നും പ്രതീക്ഷയില്ല. പക്ഷെ അങ്ങനെയുള്ള ദിവസങ്ങൾ, ഈ പറയുന്ന ദിവസങ്ങൾ അന്നേക്ക് പ്രത്യേകത ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയുന്നത്. ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ 8, 9 ദിവസങ്ങളിൽ, 8, 9, 10 ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക്, പൂർവ്വട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ശുഭഫലമായിട്ട് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.